ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 33. അങ്ങനെ നത്തിങ് ഫോൺ 3എയുടെ ഒഫീഷ്യലായിട്ടുള്ള ലുക്കും നത്തിങ് റിവീൽ ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി കഴിഞ്ഞ് നമ്മൾ 2എയിലൊക്കെ കണ്ട സെയിം എക്സാക്റ്റ് ഡിസൈനാണ്. ആ ഒരു ക്യാമറ ഒന്ന് കൂട്ടി എന്നുള്ളൂ. ഇപ്പോൾ ട്രിപ്പിൾ ക്യാമറയാണ് റിയറിൽ വരുന്നത് എന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിന് മുമ്പേ ലീക്ക് ആൻഡ് റെൻഡേഴ്സിലൊക്കെ വന്ന സെയിം ഡിസൈനാട്ടോ. അപ്പോൾ രണ്ട് ഫോണിൻ്റെയും ഒഫീഷ്യലായിട്ട് തന്നെ അതിൻ്റെ ഡിസൈൻ റിവീൽ ചെയ്തിട്ടുണ്ട്. നൈസാണ്. മറ്റേ 3A പ്രോയും അത്യാവശ്യം വെറൈറ്റി നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷെ അവർ കോമൺ ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് വരുന്നത്. അതിലൊന്നും വ്യത്യാസമില്ല. പിന്നീട് വിവോ T4Xൻ്റെ ഡിസൈനും റിവീൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡിസൈൻ. എങ്ങനെയുണ്ട്? കാണാൻ രസമുണ്ട്. പഴയതാണെങ്കിൽ ഒരു സർക്കിൾ ക്യാമറ മൊഡ്യൂളും അതൊരു സൈഡിലോട്ടാണ് ഉണ്ടായത്. അതൊക്കെ മാറ്റി നല്ല രസമൊക്കെ ഉണ്ട്. എന്തായാലും ഡിസൈനിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ബാക്കിയുള്ള റിയൽമി റെഡ്മി പോലെ എപ്പോഴും ആ സർക്കിൾ ക്യാമറ മൊഡ്യൂളും വെച്ചൊന്നും ഇവർ ഇരിക്കുന്നില്ല. ഡിസൈൻ ചേഞ്ച് ഉണ്ട്. നല്ല നൈസ്, കൊള്ളാം. ഡിസൈൻ വൈസ് കൊള്ളാം. ഇതിൻ്റെ ഇപ്പം ലോഞ്ച് ഇവൻറ്റ് കൺഫേം ആയിട്ടുണ്ട്. അതായത് ഈ വരുന്ന മാർച്ച് 5 ഇതിൻ്റെ ലോഞ്ച് ഇവൻറ്റ്. അന്ന് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യും. പ്രൈസും ഏകദേശം റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഫ്ലിപ്കാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് 12XX എന്നാണ് കൊടുത്തുള്ളത്. ഒന്നില്ലെങ്കിൽ 12,999 അല്ലെങ്കിൽ 12,499 ആ റേഞ്ചൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ്. എന്തായാലും 13,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് പോയിന്റ് വരുന്നത്. സ്പെസിഫിക്കേഷൻസ് ഇപ്പം ലീക്സിലൊക്കെ വന്ന സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു LCD ഡിസ്പ്ലേ ആയിരിക്കും ഇതിന് വരുന്നത്. 50 MB ഒരു പ്രൈമറി ക്യാമറ ഉണ്ടാകും. MediaTekൻ്റെ Dimensity 7300 ചിപ്സെറ്റ് ഉണ്ടാകും. 6500 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. സോ 6500 mAh ബാറ്ററി ആ ഒരു പ്രൈസ് പോയിന്റിൽ ഏറ്റവും കൂടിയ റേഞ്ച് ബാറ്ററി ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. സോ ബാറ്ററി ലെവലും വേറെ ലെവലാണ്. ഡിസൈൻ കൊള്ളാം. എനിക്ക് തോന്നുന്നു ഒരു 13,000 രൂപ റേഞ്ചിൽ ബെസ്റ്റ് ഫോണായിരിക്കും വിവോയുടെ T4X എന്ന മോഡലും. ഇതിന് ശേഷം ഐക്യൂയുടെ ഭാഗത്തു നിന്നും അവരുടെ ഫോൺ ഈ സെയിം സാധനം റീബ്രാൻഡ് ചെയ്തിട്ട് ഐക്യൂയുടെ Z10X എന്ന പേരിലും വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ മോഡൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു മോഡൽ കൂടെ വരും. പിന്നെ ഷവോമിയുടെ 15 അൾട്ര ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ ലോഞ്ച് ഈ വരുന്ന 2 നാളെയാണ് ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിലേക്കും ആ ഒരു ഇവൻ്റ് തന്നെ ആയിരിക്കും. ശേഷം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമായിരിക്കും. അതിന് സെപ്പറേറ്റ് ലോഞ്ച് ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും ആമസോണിലെ പേജൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു ലോഞ്ച് ഇവന് ശേഷം ഇതിൻ്റെ ഇന്ത്യയിലെ പ്രൈസ് റിവീൽ ചെയ്തിരിക്കും. അത്രേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ സെപ്പറേറ്റ് ഇവൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്ന ചാൻസ് വളരെ കുറവാണ്. നോക്കാം. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് ഇതൊരു ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ്. ഇതിൽ വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 8 ചിപ്സെറ്റ് വരുന്നത്, 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ വരുന്നുണ്ട്, 50 MB ഒരു ട്രിപ്പിൾ ക്യാമറ റിയറിൽ വരുന്നുണ്ട്, പ്ലസ് 200 MB പെരിസ്കോപ്പിക് ലെൻസ് വരുന്നുണ്ട്. അതായത് വിവോ X200 പ്രോയിലൊക്കെ കണ്ട സെയിം എക്സാക്റ്റ് സെൻസറാണ് ഇതിൽ കൊടുത്തുള്ളത്. പിന്നെ 32 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്, 6000 mAh ബാറ്ററി, 90 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് വരുന്നുണ്ട്, 80 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പ്രൈസ് ചൈനീസ് പ്രൈസ് പറയുകയാണെങ്കിൽ ഒരു 649 യുവാനായിട്ടാണ് വരുന്നത്. അത് ഇന്ത്യയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ കാര്യമില്ല. എന്തായാലും ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ എക്സാക്റ്റ് ഒരു 1,00,000 രൂപ റേഞ്ചിലൊക്കെ ആയിരിക്കും ഇന്ത്യൻ പ്രൈസ് ആയിട്ട് വരുന്നത്. ഇതിലെടുത്ത ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കര വേറെ ലെവൽസാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഇന്ത്യയിൽ വന്നതിന് ശേഷം നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം പിന്നെ പറഞ്ഞ കാര്യമില്ല, ചൈനയിലാണല്ലോ വന്നത്. ഇന്ത്യയിലും നമുക്ക് ആയിട്ടുള്ളൊരു ബന്ധമില്ല. എന്നാലും സെയിം സാധനം തന്നെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഡിസൈൻ വൈസൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇത് നമുക്ക് നോക്കുമ്പോൾ ഒരു ക്യാമറയുടെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. എനിക്ക് കാര്യമായിട്ട് പറയാനില്ല. ഒരു ക്യാമറ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഒരു എക്സാക്റ്റ് ഡിസൈനാണ് ഈ ഒരു ഫോണിന് കൊടുത്തുള്ളത്. സോ ക്യാമറ വൈസ് വേറെ ലെവലാണ്. പിന്നീട് വിവോയുടെ X200 അൾട്ര എന്ന മോഡൽ ചൈനയിൽ വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരത്തില്ല. ചൈനീസ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫോണാണ്. അപ്പം അൾട്ര X200 പ്രോ ഓൾറെഡി ഒരു കിണ്ണങ്കാച്ചി സാധനമാണ്. അപ്പോൾ അതിൻ്റെ അൾട്ര മോഡലും വരുന്നുണ്ട്. ചൈനയിലാണ്. ഇന്ത്യ നമുക്കതൊന്നൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. പിന്നീട് ടെക്നോയുടെ സ്പാർക്ക് സ്ലിം എന്ന വേൾഡിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോൺ, ഏകദേശം 5.7 mm തിക്നെസ് മാത്രമായിട്ട് വരുന്നൊരു ടെക്നോ ഫോൺ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ലോഞ്ചും കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോൺ. ഇതിൽ വരുന്ന ബാറ്ററി 5200 mAh ബാറ്ററി അടക്കം ഇതിൽ കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ സാംസങ്ങിൻ്റെ S25 എഡ്ജ് ഈ ഏപ്രിൽ മാസം, അടുത്ത മാസം 16 വരും എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ വരുന്നത് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് സ്ലിമ്മസ്റ്റ് ഫോണായിട്ടാണ് വരുന്നത്. സാംസങ്ങിൻ്റെ സ്ലിമ്മസ്റ്റ് ഫോണാണ്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 6.4 mm ആണ്. സോ ഇതാണെങ്കിൽ 5.75 mm മാത്രമേ വരുന്നുള്ളൂ. സോ വലിയ ഡിഫറൻസ് അവിടെ തന്നെയുണ്ട്. അപ്പോൾ സാംസങ്ങും ഐഫോണൊക്കെ ഇറക്കുന്നതിന് മുമ്പേ സ്ലിമ്മസ്റ്റ് ഫോൺ ടെക്നോ ഇറക്കി. ടെക്നോ എന്ന ബ്രാൻഡ് ഇറക്കി.
ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ഒന്നും നമുക്ക് മേജറായിട്ട് കാണേണ്ട ആവശ്യമില്ല. സ്ലിമ്മസ്റ്റ് എന്ന സെഗ്മെൻറ്റിലേക്ക് ഇനിയിപ്പോൾ എല്ലാ ഫോണും സ്ലിം ആവാൻ വേണ്ടി പോകണം. കാരണം പുതിയ ടെക്നോളജി ബാറ്ററി വന്നതിന് ശേഷം സ്ലിം ആക്കാൻ ഭയങ്കര സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ബ്രാൻഡിൻ്റെയും ഒരു സ്ലിമ്മസ്റ്റ് ഫോൺ നമ്മൾ ഈ 2025 എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക്നോ അവരുടെ ആ ഒരു സ്ലിമ്മസ്റ്റ് ഫോൺ ഇറക്കിയിട്ടില്ല, അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്, നല്ല കാര്യമാണ്. പിന്നീട് iPhone 16e വന്ന സമയത്ത് അതിൽ മാഗ്സേഫ് ഇല്ല, മാഗ്സേഫ് സപ്പോർട്ട് ആ ഫോണിന് കൊടുത്തിട്ടില്ല. അപ്പോൾ ആപ്പിളിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ iPhone 16eയിൽ ഈ പറഞ്ഞ മാഗ്സേഫ് എന്താ കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് 60,000 രൂപയുടെ ഫോൺ ഉപയോഗിക്കുന്ന ആരും മാഗ്സേഫ് ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കാരല്ല ഈ ഒരു ഫോൺ വാങ്ങുന്നതെന്നാണ് ആപ്പിളിൻ്റെ ഒരു അൺനെയിംഡ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞത്. എന്തുവാടെ ഇങ്ങനെയാണോ? അപ്പോൾ ഇത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും ആ ഫോൺ തന്നെ എന്തിനാണെന്ന് പോലും ആപ്പിളിന് അറിയില്ല. അങ്ങനത്തെ ഒരു മോഡലാണ് 16e എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി iPhone 16 ഉണ്ട്, കുറച്ചും കൂടെ പൈസ ഒരു 50,000 രൂപ അധികം കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൺ കിട്ടും. പിന്നെ 16eയിലേക്ക് പോകേണ്ട ഒരാവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് മാഗ്സേഫ് ഇല്ലാത്തതും ആൾക്കാർ അല്ലെങ്കിൽ അത് ഓവർ പ്രൈസ്ഡ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ സമയത്ത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഇതിൽ പവർഫുള്ളായിട്ട് ചിപ്സെറ്റ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ലടേ. ഏതിലൊക്കെ ഗെയിം കളിച്ചാലും വലിയ സ്റ്റെക്കൊന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ അതൊന്നും നമുക്ക് റിയൽ ലൈഫിൽ നമ്മുടെ ചിപ്സെറ്റ് ഇതാണ്, ഇത്രയും മാറ്റ് സ്കോറൊക്കെ ഉണ്ടെന്നൊന്നും ആരും നോക്കാൻ വേണ്ടി പോകുന്നില്ല. സ്മൂത്തായിട്ട് വർക്ക് ആവുന്നുണ്ടോ അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ സംഭവമില്ല. ഇപ്പോൾ ഏത് iPhone 15 എടുത്താൽ പോലും അത് സ്മൂത്തായിട്ടൊക്കെ പോകും, അതിൽ ലാഗോ ഇതൊന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ വേറെ അതൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ 16e ഒരു ആവശ്യമില്ലാത്തൊരു ഫോണായിട്ടാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടെക് വിത്ത് അഭിനവിൽ. ഇത്ര ന്യൂസ് മാത്രമേ പറയാനുള്ളൂ, ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ പറ്റില്ല ഒപ്പീനിയൻ കൂടെ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.